ഹലോ ആൾ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇൻസ്റ്റാഗ്രാം തുറന്നാൽ ഈ ഡ്രൈ ഫ്രൂട്ട് ചോക്ലേറ്റ് ഐസ്ക്രീമേ കാണാനുള്ളൂ. അപ്പോൾ ഞാനൊന്ന് വീട്ടിലുണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. ആസ് എ ഓൾവേസ് കടയിൽ നിന്ന് വാങ്ങുന്നത് ഞാൻ കുട്ടികൾക്ക് കൊടുക്കാറില്ല. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ ആയിട്ട് ഐസ്ക്രീമിൽ കാണുന്ന സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാം. എന്നിട്ടൊരു ബൗളിലേക്ക് നമുക്ക് ആൽമണ്ട്സും കാഷ്യൂസും കുറച്ച് ഓട്സ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഓട്സും അതിലേക്ക് ഒരു 10-12 ഡേറ്റ്സ്, കുരു കളഞ്ഞ ഡേറ്റ്സും, ഒരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും, പിന്നെ അതിലേക്ക് ഞാൻ ഒരു കപ്പ് ഇളം ചൂടുള്ള പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ സഹായിക്കാൻ ഇതാ ബുബു കിച്ചണിലെത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഈ ബൗളിലേക്ക് ഈ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊരു 1 hour ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ആ റെസ്റ്റ് ചെയ്തതിന് ശേഷം ആക്ച്വലി നമുക്ക് വേണമെങ്കിൽ ഈ ആൽമണ്ട്സിൻ്റെ ചിൽക്ക, അതായത് അതിൻ്റെ തൊലി എടുത്ത് കളയാം. അത് നിർബന്ധമില്ല, വേണമെങ്കിൽ എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഒരു 1 hour റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ 1 hour കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ എല്ലാം നന്നായി സോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഓട്സും എല്ലാം നല്ല സോക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ആൽമണ്ട്സിൻ്റെ തൊലി കളയുന്നില്ല, നമുക്ക് വേണമെങ്കിൽ കളഞ്ഞെടുക്കാം, പക്ഷേ അത് അതിൻ്റെ ആവശ്യമില്ല. തൊലിയിൽ നല്ല എല്ലാ ന്യൂട്രിയൻസ് ഒക്കെ ഉള്ളതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനിതാ അപ്പുകുട്ടന് കാഷ്യൂസ് ഭയങ്കര ഇഷ്ടമായിട്ട് ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ കുറച്ച് കഴിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അത് സോക്കായെന്ന് അറിയണമല്ലോ. എന്നപ്പോൾ ഞാനിതാ ഒരു മിക്സിയുടെ ഗ്രൈൻഡറിലേക്ക് ഈ സോക്കായിട്ടുള്ള ഈ നമ്മുടെ ഈ ഒരു മിക്സ്ചർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളം ചൂടുള്ള പാലാട്ടോ അതിൽ ഒഴിച്ചു കൊടുക്കേണ്ട, തണുത്ത പാൽ ഒഴിക്കാൻ പാടില്ലേ. എന്നിട്ട് അത് ഞാൻ മിക്സിയിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് പേസ്റ്റ് ആവുന്ന വരെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് കൊണ്ടുവരാം കേട്ടോ. ഈ അപ്പുന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഐസ്ക്രീം, തണുത്ത സാധനങ്ങളൊക്കെ. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീം ഞങ്ങൾ അങ്ങനെ കൊടുക്കാറില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഞാൻ ഇടയ്ക്ക് പോപ്സിക്കിൾസ് ഉണ്ടാക്കും. അപ്പോൾ ഇത് പോപ്സിക്കിൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുള്ള ഒരു സെറ്റ് ട്രേ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഈ മിക്സ്ചർ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ മധുരമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഹണി ആഡ് ചെയ്യാം. ഞാൻ പിന്നെ മോൾക്ക് അധികം മധുരമുള്ളത് കൊടുക്കാൻ താല്പര്യപ്പെടാത്തതുകൊണ്ട് ഞാനിവിടെ ഹണിയൊന്നും ആഡ് ചെയ്യുന്നില്ല, ഡേറ്റ്സിൻ്റെ മധുരം തന്നെയുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ ഈ കണ്ടെയ്നേഴ്സിലേക്ക് ഫുള്ള് ഇത് നിറച്ച് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒന്ന് സെറ്റിലാവാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഇതാ ഞാൻ ഈ സ്റ്റിക്സൊക്കെ കുത്തി വെച്ച് ഇവിടെ അപ്പുക്കുട്ടൻ എന്നെ എപ്പോഴത്തെ പോലെ എന്നെ അപ്പുക്കുട്ടൻ ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ റെഡിയാട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കിച്ചണിൽ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഇരിക്കാനൊക്കെ. അതുകൊണ്ട് പക്ഷേ അവൾക്കത് വെക്കാനൊന്നും അറിയില്ല, പക്ഷേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പാവക്കുട്ടി. അങ്ങനെ ഞങ്ങളിതൊക്കെ സെറ്റാക്കി ഇതാ ഫ്രിഡ്ജിലേക്ക് കയറ്റുന്നുണ്ടേ. അങ്ങനെ വേറെ ഒരു കണ്ടെയ്നറിൽ ബാക്കി വന്നിട്ടുള്ള ഈ ഒരു മിക്സ്ചർ ഞാൻ കുറച്ച് ഹണിയും കുറച്ചുകൂടി പാലും ചേർത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ട് വേറൊരു കണ്ടെയ്നറിലേക്ക് ഞാൻ അതും ഒഴിച്ച് വെച്ച് ഫ്രീസറിൽ വെക്കുന്നുണ്ട് കേട്ടോ. അത് ഒരു 8 to 12 hours അത് ഫ്രീസായി വന്നതിന് ശേഷം നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇതെനിക്ക് ഈ കോരി എടുക്കുന്ന ഒരു ടെക്നിക്ക് എനിക്ക് അറിയാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെ അതിന് ചിലപ്പോൾ അത് ഐസ്ക്രീം സ്കൂപ്പ് ചെയ്യുന്ന സാധനം വേറെ ആയതുകൊണ്ടാവും. ഞാൻ സാധാരണ സ്പൂൺ വെച്ചാൽ സ്കൂപ്പ് ചെയ്തെടുത്ത്, അതുകൊണ്ട് ഇങ്ങനെ. പക്ഷേ ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ക്രീമി ടെക്സ്ചറായിട്ട്, നമ്മൾ വേറെ ക്രീം ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടെ നല്ല ക്രീമി ടെക്സ്ചറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കും മോൾക്കും ഹസ്ബൻഡിനൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ആൻഡ് ഷീ എൻജോയ്ഡ് ഇറ്റ്. സോ ഒരു ഹെൽത്തി ഓപ്ഷനായിട്ട് നമുക്ക് ഇടയ്ക്കൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് ഡ്രൈ ഫ്രൂട്ട് ഐസ്ക്രീമാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.